ഹലോ ഹായ് ഡിയേഴ്സ്, സിന്ദൂരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണമാണ്. അപ്പം ഏകദേശം 6-6:30 മണിയായി. അപ്പോൾ തന്നെ ചേച്ചിയുടെ മക്കൾ നമ്മളെ വിളിച്ചുണർത്താൻ വന്നു. പിള്ളേർക്ക് ഓണമൊക്കെ ആയി കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ലല്ലോ, അങ്ങനെ വിളിക്കാൻ വന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഏകദേശം 6:30 മണിയോളം ആയി. പിന്നെ ഞാൻ മോനെയും പെട്ടെന്ന് വിളിച്ചുണർത്തി. അത്തം ഇടാം എന്നും പറഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ രാവിലെ തന്നെ എണീച്ചിരുന്ന് അത്തത്തിനുള്ള ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞായതുകൊണ്ട് ആൾ തലയിൽ തോർത്തൊക്കെ ഇട്ടിട്ടാണ് ഡിസൈൻ വരയ്ക്കുന്നത്. പിന്നെ പല്ലുമൊക്കെ തേച്ചിട്ട് ഞാനും മോനും കൂടെ വന്ന് അത്തപ്പൂ ഇടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഒരാൾ വെച്ച കളർ എനിക്കങ്ങോട്ട് മാച്ച് ആവാത്ത പോലെ തോന്നി. ഇപ്പം ഞാൻ ചോദിച്ചു, ഈ കളർ ഇപ്പുറത്ത് വന്നുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇടാൻ അറിയുള്ളൂ, എന്നാൽ പിന്നെ നീ എങ്ങോട്ടെന്നും പറഞ്ഞിട്ട് ആളങ്ങ് പോയി. അപ്പോൾ പിന്നെ ഞാനും മോനും കൂടി പിന്നെ ഇടാൻ തുടങ്ങി. പിന്നെ പൂവൊന്നും മാറ്റിയില്ല. പിന്നെ ഒരു ഒരു എന്താണ് നമ്മൾ നോക്കുമ്പോൾ ഒരു മാച്ചിങ് വരുന്ന രീതിയിൽ പിന്നെ ഞാൻ അത്തപ്പൂക്കളെ ഇട്ടു, ഞാനും മോനും കൂടെ. അങ്ങനെ നമ്മൾ അത്തപ്പൂക്കളൊക്കെ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞത്തം. അതൊരു മാച്ചിങ് ഇല്ലാത്തത് പുള്ളിക്കാരൻ ആദ്യമേ കുറച്ച് കളർ അങ്ങ് നിരത്തിയിട്ടത് കൊണ്ടാണ്. അങ്ങനെ അത്തമൊക്കെ ഇട്ട ശേഷം അപ്പുറത്തെ വീട്ടിലെ അത്തം എന്തായെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് മോൾ ഉണർന്നു എന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോൾ ആൾ ഭയങ്കര കരച്ചിലാണ്. ആളിനെ അത്തം ഇടാൻ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആളിനെ എടുത്തുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ അത്തം കാണാൻ പോയത്. അങ്ങനെ അവിടുത്തെ അത്തവും ഏകദേശം പണിയൊക്കെ കഴിയാറായി. അതൊക്കെ കണ്ടിട്ട് മോളെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുത്തി, ഇള കരച്ചിലൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ നേരെ അത്തമൊക്കെ കണ്ടിട്ട് നേരെ കാപ്പിയുടെ പരിപാടിയിലേക്ക് വന്നു. അമ്മ ചായ ഇട്ട് ദോശ ചുട്ട് തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ അത്തത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറിയത്. അടുക്കളയിലെ പരിപാടി കഴിഞ്ഞ ഉടനെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടത്തിൽ തന്നെയാണ് സദ്യക്കുള്ള കറികളും കൂടെ ഒക്കെ റെഡിയാക്കുന്നത്. എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ട് പായസം മാത്രം വയ്ക്കാനുള്ളപ്പോഴാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്, തിരുവോണത്തിന് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് പായസമൊക്കെ വയ്ക്കുന്നത്. അങ്ങനെ അടുക്കളയിൽ ജോലി ഒരുവിധമൊക്കെ ഒതുങ്ങി. എന്നിട്ട് ബാക്കി അമ്മ പാത്രമൊക്കെ തേച്ചോളും. അപ്പം ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി മോളെ കുളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ മോളെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 9:30-10 മണിയാവാറായി. അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. അങ്ങനെ പുതിയ സെറ്റ് സാരിയാണ് ഉടുത്തത് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അമ്പലം എത്താറായി. അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കാണ് ഇത്തവണ വലിയ പൂക്കളാണ് ഇട്ടേക്കുന്നത്. കുറച്ചൊക്കെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് കാറ്റടിച്ച് കുറച്ചൊക്കെ മാറിപ്പോയി. പക്ഷേ എങ്കിലും നല്ല വലിയ അത്തമാണ് ഇട്ടേക്കുന്നത്. എല്ലാ പ്രാവശ്യത്തേക്കാളും വലിയ അത്തമാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാനും മോളും മുമ്പേ പോയി. ചേട്ടൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത്തത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതുടനെ നമ്മൾ പുറത്തിറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കാരണം ഒരു ഓണമാകുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഭയങ്കര സ്റ്റാറ്റസ് ഇടാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കാരണം തിരുവോണമായതുകൊണ്ട് അവിടെ ഒന്ന് പോകണം. അവിടെ ഓണപ്പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. മോൻ രാവിലെ ഓണപ്പരിപാടിക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ്റെ കൂടെ അവിടെ പോയി. അപ്പം നമ്മളും ഇത് കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് വന്നത്. ഇതാണ് ചേട്ടൻ്റെ വീട്. കുറച്ച് നേരം അവിടെ കയറി ഇരുന്ന ശേഷം ഓണപ്പരിപാടി കാണുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് കടി മത്സരത്തിലേക്ക് മോളെ വന്ന് വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് ചേർന്നത്. അപ്പോൾ ആളിനെ അറിയാമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആളിനെ കൊണ്ടത് പറ്റുന്നില്ലായിരുന്നു. ഞാൻ നോക്കി, ആളിനെ ഒരിക്കലും അത് കടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ട ശേഷം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണമായിരുന്നു. കാരണം പായസമൊന്നും വെച്ചില്ല, പപ്പടം പൊരിച്ചില്ല, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മോനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. വന്ന ഉടനെ അമ്മ പായസത്തിൻ്റെ പരിപാടി നോക്കി, ഞാൻ പപ്പടം വെച്ചു. അങ്ങനെ പായസമൊക്കെ പാലടയാണ് വെച്ചത്, മിക്സ് വാങ്ങിച്ചിട്ടാണ് വെച്ചത്. അതൊക്കെ വെച്ച ശേഷം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ പിറകെ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അവിയൽ, തോരൻ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാവറ്റൽ, ശർക്കര വരട്ടി, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, തോരൻ, അവിയൽ, പച്ചടി, കൂട്ടുകറി, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, ഇതെല്ലാം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നമ്മുടെ പാലട പായസത്തിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബോളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോളിയൊക്കെ വാങ്ങിച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ പാലട പായസമൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ തിരുവോണ സദ്യയുടെ വിശേഷങ്ങൾ. ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് നേരെ കൊടുവന്നൂരേക്ക് വീണ്ടും പോകണം. അവിടെ ഓണപ്പരിപാടി കാണാൻ വേണ്ടിയിട്ടും മത്സരിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ 2 മക്കളും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും വനിതകളുടെ വടംവലിയായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ നിൽക്കുന്ന ഒരു ടീമായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ നിന്നില്ല.
അപ്പോൾ ഞാൻ ചേച്ചിയൊക്കെ നിൽക്കുന്ന ടീം തന്നെയാണ് ഇത്തവണയും ജയിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ടീം ജയിച്ചല്ലോ, നമ്മൾ മത്സരിച്ചില്ലെങ്കിൽ പോലും ആ ടീം ജയിച്ചതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പുരുഷന്മാരുടെ വടംവലിയാണ്, വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള വടംവലി. അതൊക്കെ കണ്ടിട്ട് കുറച്ച് കസേരകളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം കണ്ടിട്ട് ഇങ്ങ് വീട്ടിൽ വന്നു. കാരണം അമ്മയൊക്കെ ഇന്നങ്ങ് പോവും, ചേച്ചിയുടെ വീട്ടിൽ പോവും. നാളെ ചേച്ചിയുടെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ വൈകിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ ഓണപ്പരിപാടി കാണാൻ വരുന്നതുകൊണ്ട്, ചേട്ടൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ടും എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ നാളെ രാവിലെ പോവുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ക്ഷീണമൊക്കെ തീർത്ത് വൈകിട്ട് പ്രോഗ്രാമൊക്കെ തീർന്ന് സമ്മാനമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മളിങ്ങ് വീട്ടിൽ വന്നത്. ഇതൊക്കെയാണ് എൻ്റെ തിരുവോണ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ബൈ ബൈ.